നാം തൻ്റെ നിക്ഷേപമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ പ്രിയനായവനിൽ നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനങ്ങളും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കഴിയുന്നത് സന്തോഷകരമാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ചിലർ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു, ആശുപത്രികളിലായിരിക്കുന്നു എന്നുള്ളത് നമ്മയും നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു കുടുംബം എന്ന നിലയിൽ, ഒരു ശരീരം എന്ന നിലയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന നമ്മയും വേദനപ്പെടുത്തുമല്ലോ. സിമ്പതിയും എമ്പതിയുമുള്ളവരായി നമുക്കായിരിക്കാൻ, പ്രിയപ്പെട്ടവരെ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുവാനൊക്കെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും കർത്താവിനെ തള്ളിപ്പറയാത്തവരായി, സ്തോത്രം, അപ്പോഴും ദൈവത്തിന് മഹത്വമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സർവശക്തിക്കും പരമാധികാരത്തിനും വിധേയപ്പെട്ടിരിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. അവിടുന്ന് കുശവനും ഞങ്ങൾ കളിമണ്ണും മാത്രം എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ നമ്മെ തന്നെ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുപ്പാൻ നമുക്ക് പിന്നെയും കൃപ ചെയ്യാം. ദൈവം ചെയ്യട്ടെ. നമ്മൾ എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് പോലെ മഹാപുരോഹിതനായ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് പോവുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിതത്വത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഇന്നലെ. ഒന്നും കൂടെ നമുക്ക് ആ കുറിവാക്യം വായിച്ചുകൊണ്ട് തുടരാമല്ലോ. Fix your thoughts on Jesus, the apostle and high priest whom we confess. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. 1-ാം വാക്യത്തിൻ്റെ തുടക്കവുമുണ്ട്. ആകയാൽ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരും ആയുള്ളവരെ. എല്ലാവരോടുമായിട്ട് പറയുന്നതല്ലത്. സ്തോത്രം. എല്ലാവരോടുമായിട്ട് പറയുന്നതല്ല. ഈ വിശേഷതയുള്ളവരോട് പറയുന്നതാ. കാരണം അവർക്ക് യേശുവുമായിട്ട് ബന്ധമുള്ളൂ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരോടായിട്ടാണ് ഈ പ്രബോധനം. ദിസ് എക്സോർട്ടേഷൻ ഈസ് ടു ദോസ് ഹു കൺഫസ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ കൈക്കൊള്ളാത്ത, യേശുവിനെ ഏറ്റുകൊള്ളാത്ത സാധാരണക്കാരോടുള്ള ഉപദേശം അല്ല ഇത്. പകരം യേശുവിനെ കൈക്കൊണ്ടവർക്ക്, യേശുവിനെ ഏറ്റുകൊണ്ടവർക്ക്, യേശുവിനെ ഏറ്റുപറഞ്ഞവർക്ക് ഉള്ള കൽപ്പനയാണിത്, പ്രബോധനമാണിത്. സ്തോത്രം.
കാരണം അവർക്കാണ് യേശുവുമായി ബന്ധമുള്ളത്. സ്തോത്രം. ജയിച്ചയാളുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ജയിച്ചയാളിൻ്റെ ജയത്തിൽ എനിക്ക് ഉല്ലസിക്കാൻ കഴിയൂ, സന്തോഷിക്കാൻ കഴിയൂ, ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും കഴിയും. Only if I am related to the victor, the winner, I can also join their celebration. If I don't have any relation, I won't be happy with his, her or their victory. സ്തോത്രം. യേശുക്രിസ്തുവിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത് കർത്താവുമായി നമുക്ക് ബന്ധമുണ്ടാകുമ്പോൾ മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ കണ്ടതും വായിച്ചറിഞ്ഞതുമൊക്കെയാണല്ലോ. ചിലരുടെ ഇഷ്ടതാരങ്ങൾ പങ്കെടുക്കുന്ന ടീമുകൾ തോറ്റപ്പോൾ ടിവിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് മരിച്ചുപോയവരെ കുറിച്ചൊക്കെ. അത്രയ്ക്ക് വേദനയാ. ആ ഇഷ്ടതാരങ്ങളൊന്നും ഈ ആരാധകരെ, ഫാൻസിനെ ഒന്നും അറിയുന്ന പോലും ഇല്ല. ഇനി ഇവിടെങ്ങാണം വന്നാലൊന്ന് കാണാൻ പോലും കിട്ടത്തില്ല, ചെല്ലാനൊക്കത്തില്ല. ഒന്ന് തൊട്ടു നോക്കാനോ ഒരു സെൽഫി എടുക്കാനോ അവർ സമ്മതിക്കത്തില്ല. എന്നാലും ഇവിടെ അങ്ങ് ഫാനിസമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവിടുന്ന് നമ്മെ വ്യക്തിപരമായി അറിയുന്നു. നമുക്ക് ആ കർത്താവിനോടുള്ള സ്നേഹബന്ധം വളരെ വിലപ്പെട്ടതാണ്. ആ സ്നേഹബന്ധമുള്ളവരോടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഏറ്റുപറയുന്ന ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കും, അവിടുത്തോടുള്ള ആരാധന വർദ്ധിക്കും, അവിടുത്തോടുള്ള നമ്മുടെ സമർപ്പണം വീണ്ടും ആഴമുള്ളതാകും. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. സ്തോത്രം. ആ കർത്താവിനോടുള്ള ആഗ്രഹം പിന്നെയും കൂടിക്കൂടി വരുമെന്നേ. സ്തോത്രം. അപ്പോ വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, വെളിപ്പെടുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ തേജസ്സിനും കൂടെ ഓഹരിക്കാരാണ് നമ്മൾ. We are partakers even for that glory which is to be revealed, the very glory of Jesus Christ. സ്തോത്രം. ക്രിസ്തുവിൻ്റെ വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ ഓഹരിക്കാരാണ് നമ്മൾ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാഴ്ചകൾ അവിടെ പറയുന്നുണ്ട്. അവിടുന്ന് അപ്പോസ്തലനാണ്, രണ്ട് മഹാപുരോഹിതനാണ്. ആ മഹാപൗരോഹിത്യത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. ആ ശ്രദ്ധിച്ചു നോട്ടത്തിന് നമ്മൾ കൂടെ ഒരാളിനെയും കൂടെ പിടിച്ചു നിർത്തി. അഹരോന്റെ മക്കൾ, അഹരോന്റെ പിൻതലമുറ, അവരുടെ ബലഹീനതകളും അവരുടെ ജോലികളും ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് ഇന്നലെ നമ്മൾ യേശുക്രിസ്തുവും അഹരോന്യ മഹാപുരോഹിതന്മാരും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തി. അതിൽ അവരുമായിട്ട് യേശുവിനുള്ള താരതമ്യം, സമാനത എന്ന് പറയുന്നത് ഒരെണ്ണം നമ്മൾ കണ്ടു. സ്തോത്രം. അഹരോനും കൂട്ടരും മനുഷ്യരാണ്,
യേശുവും മനുഷ്യവർഗത്തിൽ വന്നു, അല്ലെങ്കിൽ മനുഷ്യ വേഷമെടുത്തു. ആ വേഷം എടുത്തു എന്നത് എന്തല്ല, എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നലത്തെ പരാമർശം. സത്യത്തിൽ അത്രയുമൊന്നും നമ്മൾ ആ വിഷയത്തിൽ പോകേണ്ടതില്ല ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ. പക്ഷേ നമ്മളത് നമ്മളുടെ ഒരു പഠന രീതി അനുസരിച്ച് അല്പം വിശാലമായിട്ടൊന്ന് പോയി എന്നേ ഉള്ളൂ. സ്തോത്രം. അതിലാരും പരിഭവിക്കരുത്. ചിലർക്ക് കേൾക്കുമ്പോൾ തോന്നും, ഓ, ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇല്ല. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണല്ലോ. കർത്താവിൻ്റെ വരവിന് താമസം എങ്കിൽ നമ്മളാവോളം ഓരോ വിഷയത്തോടനുബന്ധിച്ച് പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പോകുന്നത്. നിങ്ങൾക്കും അതാണ് താല്പര്യമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് കൊണ്ടും കൂടെ അങ്ങനെ പോകുവാൻ എനിക്കും ധൈര്യം ലഭിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കൺസൈസ്ഡായിട്ട്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങനെ പോകത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ആവശ്യമുണ്ടോ? വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തുടരാം. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, the humanity of Jesus, that is forever now. He didn't give up the humanity after Jesus' earthly ministry. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം കർത്താവ് തൻ്റെ മനുഷ്യത്വത്തെ ഉപേക്ഷിച്ചില്ല എന്ന് നമ്മൾ കണ്ടു. അതിനുള്ള തെളിവുകളും നമ്മൾ കാണുകയുണ്ടായി. യേശുവിനെ അതുകൊണ്ട് ഈവൻ തിയോളജിക്കലായിട്ടല്ലെങ്കിൽ കൂടെ, ദൈവശാസ്ത്രപരമായിട്ടല്ലെങ്കിൽ കൂടെ, മനുഷ്യപുത്രൻ എന്ന് സാധാരണ നിലയിലും നമുക്ക് വിളിക്കാം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യപുത്രത്വത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായി കർത്താവ് വന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുവാൻ യേശുവിന് മനുഷ്യനായിരുന്നേ പറ്റൂ. മൂന്നാമത് നമ്മൾ കണ്ടു, ന്യായം വിധിക്കുവാൻ മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് യേശുവിന് അധികാരമുള്ളത്. ഭരണം നടത്തുവാനും ഈ ഭൂമിയിൽ, ഇനി നിത്യത എന്നുള്ള തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കൂ, അതിനു മുൻപ് 1000 ആണ്ട് വാഴ്ച, അത് ഇതേ ഭൂമിയിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇതേ ഭൂമിയിൽ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മേലാണ് അന്ന് യേശുവിൻ്റെ ഭരണം. ഇസ്രായേലും ജാതികളും അടങ്ങുന്ന സാധാരണ മനുഷ്യർ. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ആയുസ് ദീർഘമായിരിക്കും. രോഗങ്ങളും കഷ്ടങ്ങളും ഒന്നും കാണത്തില്ല. ആയുസ് ദീർഘമായിരിക്കും. കാരണം 1000 വർഷം വരെ ഒരാൾക്ക് ജീവിച്ചിരിക്കാം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് ഭരിക്കപ്പെടുന്നവർ. സഭയുടെ കാര്യമല്ല പറയുന്നത്. അന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേലിയരും വിജാതീയരുമായവരെ കുറിച്ചാണ്. അന്ന്
അങ്ങനെ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യരെ ഭരിക്കേണ്ടതിനും യേശുവിന് മനുഷ്യപുത്രൻ ആയിരുന്നേ പറ്റൂ. മനുഷ്യപുത്രൻ ആയേ പറ്റൂ. സ്തോത്രം. അപ്പോൾ ആ നിലകളിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്നേക്കുമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പോയപ്പോൾ, എങ്ങനെയാ കർത്താവ് പോയത്? തൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം ഇവിടെ എവിടെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയതാണോ? അല്ല, അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എവിടെങ്കിലും കണ്ടു കിട്ടണമായിരുന്നു. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തപ്പോൾ ക്രൂശിക്കപ്പെട്ട മാനുഷ ശരീരമാണ് ഉയർത്തത്. അല്ലാതെ ആത്മാവിൽ മാത്രം യേശു ശരീരം വിട്ടിട്ട് ഇങ്ങനെ ആത്മാവ് പറന്നങ്ങ് മാറിപ്പോയതല്ല. കല്ലറയിൽ അടക്കം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ മർത്തിയ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിച്ചത്. ആ ശരീരവുമായിട്ടാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് 40 നാളോളം. ആ ശരീരവുമായിട്ടാണ് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർ യേശുവിനെ പോകുന്നവനായിട്ട് കണ്ടു. കണ്ടതുകൊണ്ടാണ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച മറയുന്ന ദൂരം വരെ യേശുവിനെ കണ്ടതുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് അവർ നോക്കി നിന്നത്. സ്തോത്രം. ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്താൽ ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കും. അത് മേഘങ്ങൾക്കുൾപ്പാളികളിലേക്ക് മറഞ്ഞാലും കുറെ നേരം കൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അയക്കാൻ വരുന്നവരും അതുപോലെയാ. വണ്ടി ലാസ്റ്റ് ബോഗിയും കണ്ണിന് മറഞ്ഞാലും പ്ലാറ്റ്ഫോമിൽ അല്പനേരവും കൂടെ ആ ദിശയിലേക്ക് നോക്കി നിൽക്കും. അതിനേക്കാളൊക്കെ ഭയങ്കര തീവ്രമായ വേർപാടിൻ്റെ വേദനയാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് അനുഭവിച്ചത്. അതുകൊണ്ട് അവർ ചിന്താമഗ്നരായി കർത്താവ് പോയ ആ വഴിയിലേക്ക് മേഘപാളികളെ നോക്കി നിൽക്കുക. ഇപ്പൊ യേശുവിനെ കാണാൻ വയ്യ, അപ്പുറം കടന്നു. അപ്പോഴാണ് ദൂതന്മാർ പ്രത്യക്ഷരായിട്ട് അവരോട് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 11-ാമത്തെ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. സ്തോത്രം. അപ്പൊ നിങ്ങൾ യേശുവിനെ പോകുന്നവനായി കണ്ടു, അതുപോലെ തിരികെ വരും. എന്ന് വെച്ചാൽ കാണാവുന്ന പരുവത്തിലാണ് യേശു പോയത്. തിരികെ വരുമ്പോഴും അവനെ കാണും. അതാണ് നാം വെളിപ്പാട് 1-ന്റെ 7 കാണുന്നത്. അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചു വരും. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന് ഇപ്പോഴും ആ ഉയർത്തെഴുന്നേറ്റ ശരീരം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അതിൽ മറ്റ് ചോദ്യങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് മുൻപോട്ട് പോകട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിന് അഹരോന്യം മഹാപൗരോഹിത്യവുമായിട്ടുള്ള സാമ്യം ഒന്നാമത്തേതാണ് കണ്ടത്. അവരും മനുഷ്യരായിരുന്നു, യേശുവും മനുഷ്യനായിട്ട് വന്നു. 2, സ്തോത്രം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പറയുകയാണ് നമ്മൾ, അവരെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിനെയും
സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ മഹാപുരോഹിതനായി നിയമിച്ചു. അതുകൊണ്ട് 2-ാമത്തെ അധ്യായത്തിൽ അതിന് പശ്ചാത്തലം നമുക്കിട്ട് തന്നത്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അതുകൊണ്ട് അത് ഹേതുവായി ഉം. അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ ആ കാര്യങ്ങളിൽ കണ്ടു. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഈ പശ്ചാത്തലം നമുക്ക് ഇട്ടു തരികയാണ്. യേശുക്രിസ്തുവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യവും അഹരോന്യ മഹാപൗരോഹിത്യവും തമ്മിൽ ഉള്ള സാമ്യത്തിലെ 2-ാമത്തെ കാര്യമാണ് ഇരുവരെയും സഹോദരന്മാരുടെ ഇടയിൽ നിന്നുമാണ് ശുശ്രൂഷയ്ക്കായിട്ടെടുക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവും തന്നെ നമ്മളോട് അനുരൂപനാക്കി നമ്മെ തൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, യേശു കർത്താവിനെ അച്ചാച്ച, ചേട്ടായി എന്നൊക്കെ വിളിക്കാൻ നമുക്ക് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. ആ ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ട് അങ്ങ് വന്നാൽ മതി. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ചേട്ടത്തിയും അനിയത്തിയും തമ്മിൽ, ചേട്ടനും അനിയനും തമ്മിൽ എന്തോരു സ്നേഹ. കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചു, UP ഒരിടത്ത് ഈ റീൽസൊക്കെ ചെയ്യുന്ന 2-3 പിള്ളേർ അവരുടെ ക്യാമറമാനുമായിട്ട് വിട്ടുപിരിയാൻ വയ്യാത്തത് കൊണ്ട് സ്വന്തം ചേട്ടത്തി അനിയത്തി ഒരാളിനെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചു. ഇവനോടുള്ള സ്നേഹമല്ല, അവർ ചേട്ടത്തി അനിയത്തിയും തമ്മിൽ വേറുപിരിയാൻ പ്രയാസം. സ്വന്തം ചേട്ടത്തി അനിയത്തിയ 2 പേരെ കല്യാണം കഴിച്ചാൽ 2 വീട്ടിലായി പോകുമല്ലോ എന്നും പറഞ്ഞ് അവർക്ക് വേറുപിരിയാൻ വയ്യ. അത്രയ്ക്ക് സ്നേഹബന്ധമാണ് ചേട്ടത്തി അനിയത്തിയും. എന്നാൽ പിന്നെ ഒരുത്തനെ തന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കഴിച്ചു. മലയാളം പത്രത്തിലും ഒക്കെ വന്ന വാർത്ത. മലയാളം പത്രത്തിലാണ് ഞാൻ വായിച്ചത് ഇത്. സഹോദരങ്ങൾ തമ്മിലും ഭയങ്കര സ്നേഹ. സ്തോത്രം. ചിലയിടത്ത് ചേട്ടത്തി അനിയത്തിയും ചേട്ടനും അനിയനും 24 മണിക്കൂർ സംസാരിച്ചാലും അവിടെ സംസാരം തീരത്തില്ല. ഉറക്കാൻ കൊണ്ട് കിടത്തിയാലോ? കൊച്ചു പിള്ളേരുടെ കാര്യമല്ല പറഞ്ഞത്, മുതിർന്നവരുടെ കാര്യമാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇപ്പൊ കർത്താവുമായി നമുക്കൊരു സാഹോദര്യ ബന്ധം അങ്ങനെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ ചേട്ടായിയായിട്ട്, നമ്മുടെ ചേട്ടനായിട്ട്, നമ്മുടെ അച്ചാച്ചനായിട്ട്, അങ്ങനെ നമുക്ക് കർത്താവുമായിട്ടൊന്ന് നമ്മളെ ഒന്ന് കോർത്തിണക്കം പറ്റിയാൽ, സ്തോത്രം, കർത്താവിന് പിണക്കമൊന്നും തോന്നത്തില്ല. ഇവനെ ചേട്ടാന്ന് വിളിക്കാന്ന് പറഞ്ഞു ഇല്ല. ഇന്ന് ആദ്യം ജോയിൻ ചെയ്ത നിങ്ങൾ ചിലർ കേട്ട് കാണും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നേരത്തെ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹിന്ദി മീറ്റിംഗ് ഉണ്ടല്ലോ ഇതിന് തൊട്ട് മുമ്പ്. മിക്കവാറും 8:30 കഴിഞ്ഞിട്ടാണ് നമ്മുടെ മീറ്റിംഗ് തീരുന്നത്, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. പല വിശ്വാസി സഹോദരങ്ങളും എന്നെ ഭയ്യ എന്നാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ ഭയ്യ എന്ന് പറഞ്ഞാൽ ചേട്ടായി എന്നർത്ഥം. സൂസനെ ചേട്ടത്തി ഭാവി എന്നാ വിളിക്കുന്നത്. ആ ഒരു ബന്ധമാ. പാസ്റ്ററും വിശ്വാസി എന്ന ബന്ധത്തിനേക്കാൾ അവർ വിളിക്കുന്നത് തന്നെ ഈ നിലയിലാണ്.
ഇതുപോലെ നമുക്ക് കർത്താവിനെ വിളിക്കാം. അവരെന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നില്ല, എന്നെ വയ്യാന്നാ വിളിക്കെന്നും പറഞ്ഞ് ഒരു ഫീലിംഗ് തോന്നാറില്ല. കുറെ കൂടെ അടുപ്പമാ തോന്നാറ്. കുറച്ചുകൂടെ ആത്മബന്ധം തോന്നാറുണ്ട്. അതുകൊണ്ട് കർത്താവിന് അങ്ങനെ പിണക്കം ഉണ്ടാവില്ലെന്നായി പറഞ്ഞു വന്നത്. സഹോദരന്മാരുടെ ഇടയിൽ നിന്നും സഹോദരന്മാർക്ക് വേണ്ടി അഹരോന്യ മഹാപുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ യേശു കർത്താവും സഹോദരങ്ങളായ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ മഹാപുരോഹിത വൃത്തി ഏൽപ്പിക്കപ്പെടുന്നു. സ്തോത്രം. രണ്ടാമത്തെ സമാനതയാണ്. മൂന്നാമത്തെ സമാനതയും നമുക്ക് അവിടെ തന്നെ കാണാം. എബ്രായർ 5:1-4 വരെയുള്ള വാക്യങ്ങളിൽ. 3-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വായിച്ചോളൂ. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണത്. This is why he has to offer sacrifices for his own sins, as well as for the sins of the people. നെക്സ്റ്റ് വേഴ്സ്. No one takes this honor upon himself. He must be called by God, just as Aaron was. സ്തോത്രം. പഴയ നിയമ മഹാപുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്തതാണ്, ദൈവം വിളിച്ചതാണ്. ആരും ആ പദവി, ആ ശുശ്രൂഷ സ്വതവേ ഏറ്റെടുക്കുന്നില്ല. അതുപോലെ യേശുക്രിസ്തുവും സ്വയമേ ഈ മഹാപുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തതല്ല. പിന്നെ പിതാവായ ദൈവം ക്രിസ്തുവിനെ വിളിച്ച് തിരഞ്ഞെടുത്ത് ആക്കി വെച്ചതാണ്. അതിലും സമാനത ഉണ്ട്. അഹരോന്യ മഹാപുരോഹിതന്മാരുമായി യേശുക്രിസ്തുവിന് സമാനതയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ വിളിയുടെ വിഷയത്തിൽ. സ്വയമേ മഹാപുരോഹിതർ ആയവരല്ല അഹരോന്യ കുടുംബക്കാർ. സ്വയമേ മഹാപുരോഹിതന്മാരാകാൻ അല്ലെങ്കിൽ പുരോഹിതന്മാരാകാൻ ശ്രമിച്ചവരൊക്കെ ശിക്ഷിക്കപ്പെട്ടതും നമുക്കറിയാം. അഹരോന്റെ മക്കൾ ഉൾപ്പെടെ. കോരഹ് തുടങ്ങിയ ശക്തന്മാരായ കമ്മിറ്റിക്കാരോ സെക്രട്ടറിമാരോ ഒക്കെ ഉൾപ്പെടെയുള്ളവരെ സ്വയം പുരോഹിത വൃത്തി ഏറ്റെടുക്കാൻ ശ്രമിച്ചതുകൊണ്ട് കർത്താവ് ശിക്ഷിച്ച് തള്ളി. ഇസ്രയേലിൽ വളരെ സ്തുത്യർഹമായ ഭരണം നിർവഹിച്ച ദീർഘവർഷങ്ങൾ രാജാവായിട്ടിരുന്ന ഉസിയാവ് കുഷ്ഠം പിടിച്ച് ഐസൊലേഷനിൽ ക്വാറന്റൈനിൽ പോകാനുള്ള കാരണം നമുക്കറിയാം. താൻ ഗർവിച്ച് സ്വയം പുരോഹിതനല്ലായിരിക്കെ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ യാഗപീഠത്തിങ്കിലേക്ക് അടുത്തതാണ്. അരുതെന്ന് പറഞ്ഞ പ്രവാചകരോട് പോലും താൻ കയർത്തു. കുഷ്ഠരോഗിയായി. ഉടനെയൊന്നും മരിച്ചില്ല എന്ന് മാത്രം. ഒരുപക്ഷെ മാനസാന്തരപ്പെടാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പം ഈ മഹാപുരോഹിത ശുശ്രൂഷ സ്വയം ഏറ്റെടുക്കുന്നതല്ല, ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള 2-3 സമാനതകൾ 2 പുരോഹിത വൃത്തികൾക്കും ഇടയിലുണ്ട്. ഈ സമാനതകളെക്കാൾ അധികം വ്യത്യാസങ്ങളാണ് പ്രധാനം. വ്യത്യാസങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ഇനി നാം നോക്കാൻ പോകുന്നത് മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശുക്രിസ്തുവും അഹരോനും തമ്മിലുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെതും അഹരോന്യ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്.
നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായത്, സ്തോത്രം, അഹരോന്യ പൗരോഹിതന്മാരെല്ലാവരും വെറും മനുഷ്യരായിരുന്നു. അവരെല്ലാവരും they all were mere human beings. All the Aaronic priests were mere human beings. But Jesus was not a mere man. He was fully God and fully man. അഹരോന്യ മഹാപുരോഹിതന്മാരൊക്കെ മനുഷ്യരായിരുന്നു. അവരൊക്കെ വെറും മനുഷ്യർ മാത്രമായിരുന്നു. എന്നാൽ യേശുവോ നമ്മെപ്പോലെയോ അഹരോനെ പോലെയോ വെറും ഒരു മനുഷ്യൻ ആയിരുന്നില്ല. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. അത് പുതിയ നിയമം മുഴുവനും നമ്മോട് പറയുന്ന കാര്യമാണല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം അല്ലെങ്കിൽ ദിവ്യത്വം എന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം അതിന് വേണ്ടെന്ന് കരുതുന്നു. 2, അഹരോന്യ പുരോഹിതന്മാരൊക്കെ പാപികളായിരുന്നു. All the Aaronic priests were sinners, but Jesus was not. He was the sinless Son of God. That was one of the uniquenesses of Jesus' priesthood. സകല അഹരോന്യ മഹാപുരോഹിതന്മാരും പാപികൾ, തങ്ങൾ തന്നെ പാപികളായിരിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനോ പാപരഹിതനായ ദൈവപുത്രനായിരുന്നു. സ്തോത്രം. പാപരഹിതനായ ദൈവപുത്രൻ. അതുകൊണ്ട് തന്നെ അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുകയും ക്ഷമയാചിക്കുകയും വേണമായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവിനോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായർ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. All the Aaronic priests were human beings, sinful human beings, and therefore they all had to offer sacrifices for their own sins first. But here Jesus Christ, because he was the sinless Son of God, praise God, the sinless Son of God, he had not to offer sin offering for his own sins. Praise God. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ മഹാപൗരോഹിത്യത്തിൻ്റെ ഒരു ഘടകമാണത്. അടുത്തത്, അഹരോന്യ പുരോഹിതന്മാർ മൃഗങ്ങളുടെ യാഗരക്തവുമായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നു. എന്നാൽ യേശുവോ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല. 9:11 മുതൽക്ക്, എബ്രായ ലേഖനം 9:11 മുതൽ നാം അത് കാണുന്നു. വേറെയും ഭാഗങ്ങളിലുണ്ട്, ഓരോ ഭാഗങ്ങൾ മാത്രം പറയുന്നു പോകുന്നതുള്ളൂ. സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്താലല്ല, സ്വന്ത രക്തത്താൽ, സ്തോത്രം, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. സ്തോത്രം.
അടുത്തത് അഹരോന്യ മഹാപുരോഹിതന്മാർ പ്രവേശിക്കുമായിരുന്ന വിശുദ്ധ മന്ദിരം കൈപ്പണിയായതായിരുന്നു. കൈപ്പണിയായ വിശുദ്ധ മന്ദിരങ്ങളിലേക്കാണ്, അല്ലെ വിശുദ്ധ മന്ദിരത്തിലേക്കാണ് അഹരോന്യ പുരോഹിതന്മാർ കയറിയിരുന്നത്. ഈ പറയപ്പെട്ട 5, 7, 9, 10 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. 9-ന്റെ 11-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ടാ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. സ്തോത്രം. അഹരോന്യ പുരോഹിതന്മാർ കൈപ്പണിയായ ദേവാലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. എന്നാൽ യേശുവോ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലല്ല, സാക്ഷാൽ സ്തോത്രം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. നമുക്കറിയാം, ഭൂമിയിൽ ഉണ്ടായിരുന്ന ദേവാലയവും യാഗകർമാദികളുമെല്ലാം സ്വർഗത്തിലേതിൻ്റെ നിഴൽ മാത്രമായിരുന്നു, പ്രതീകങ്ങൾ മാത്രമായിരുന്നു, പ്രതിരൂപങ്ങൾ മാത്രമായിരുന്നു. സ്തോത്രം. എന്നാൽ പൊരുളായത് അങ്ങ് സ്വർഗത്തിലേതാ. അപ്പോൾ അഹരോന്യ മഹാപുരോഹിതന്മാർ കയറിയത് നിഴലായതിലേക്കാണെങ്കിൽ യേശു എന്ന മഹാപുരോഹിതൻ പ്രവേശിച്ചത് പൊരുളായതിലേക്കാണ്. അഹരോന്യ പുരോഹിതന്മാർ ഭൗമികമായതിലേക്കായിരുന്നു പ്രവേശിച്ചതെങ്കിൽ ക്രിസ്തു അഭൗമികമായതിലേക്ക് പ്രവേശിച്ചു. സ്തോത്രം. അഹരോന്യ പുരോഹിതന്മാർ ഈ ലോകത്തിലേതിൽ പ്രവേശിച്ചപ്പോൾ, ലോകത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശു ക്രിസ്തു പ്രവേശിച്ചത് സ്തോത്രം സ്വർഗീയ കൂടാരത്തിലേക്കാണ്. സ്തോത്രം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അഹരോന്യ മഹാപുരോഹിതന്മാർ കഴിക്കുന്ന യാഗങ്ങൾ ആവർത്തിക്കപ്പെടേണ്ട യാഗങ്ങളായിരുന്നു. സ്തോത്രം. അഹരോന്യ പുരോഹിതന്മാർ കഴിക്കുന്ന, അല്ലെ മഹാപുരോഹിതന്മാരുടെ യാഗങ്ങൾ ആണ്ടുതോറും ആവർത്തിക്കപ്പെടേണ്ട യാഗങ്ങളായിരുന്നു. സ്തോത്രം. Aaronic high priests, they were offering sacrifices every year. They had to be offered over and over again every year, repeatedly. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവോ നമ്മളിപ്പം വായിച്ച അതേ വാക്യങ്ങളിലുണ്ട്, അവൻ ഒരിക്കലായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയിലൂടെ യേശുവിന് എല്ലാ വർഷവും ഒന്നും യാഗ ആയിത്തീരേണ്ടതില്ല, യാഗമർപ്പിക്കേണ്ടതുമില്ല. സ്തോത്രം. 29-ന്റെ 24-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 9:24. For Christ did not enter man-made sanctuary that was only a copy of the true one. He entered heaven itself,
now to appear for us in God's presence. Then Nor did he enter heaven to offer himself again and again, the way the high priest enters the most holy place every year with blood that is not his own. അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് മൃഗങ്ങളുടെ യാഗരക്തവുമായി വർഷാവർഷം കയറണമായിരുന്നു വിശുദ്ധ മന്ദിരത്തിൽ. യേശു അങ്ങനെയല്ല. സ്തോത്രം. സ്വർഗീയ കൂടാരത്തിലേക്ക് ഒരിക്കലായി പ്രവേശിച്ചു. സ്തോത്രം. അതേക്കുറിച്ച് നമ്മൾ വിശദമായി ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട്, ഒരിക്കലായി എന്നുള്ളത്. അടുത്തത്, അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് നേടിയെടുക്കുവാൻ കഴിയുമായിരുന്ന പാപമോചനത്തിന് 1 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. Aaronic high priest could wrought forth only 1 year validity forgiveness, redemption or forgiveness only for a 360 days. But Jesus, he obtained a redemption forever. അഹരോന്യ മഹാപുരോഹിതന്മാർ കഴിക്കുന്ന യാഗങ്ങൾ കൊണ്ട് 1 വർഷത്തേക്ക് മാത്രമുള്ള ക്ഷമയെ, പാപമോചനമേ പ്രാപിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ യേശുവോ ഒരിക്കലായി പ്രവേശിച്ചിട്ട് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഹല്ലേലൂയ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. The redemption Jesus obtained through his sacrifice, which was offered but for only once, was an eternal redemption. എന്നേക്കുമുള്ള പഴകിപ്പോകാത്ത നിത്യമായ സ്തോത്രം വീണ്ടെടുപ്പ്. റിന്യൂ ചെയ്യണ്ട, അതിൻ്റെ മൂല്യം കുറയുന്നില്ല. നോ ഡിപ്രീഷിയേഷൻ. സ്തോത്രം. മാറ്റു കുറയുന്നില്ല, കൂടുന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ കൂടുന്നൊന്നുമില്ല. വീണ്ടെടുപ്പിന് ഒരേ നിലവാരം തന്നെയാണ് എപ്പോഴും. പിന്നെ നമ്മുടെ മാനുഷികതയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ, മാറ്റു കൂടുന്നെന്ന്, മാറ്റു കുറയുന്നില്ല. സ്തോത്രം. മാറ്റു കുറയുന്നില്ല. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. സ്തോത്രം. മറ്റൊന്ന്, അഹരോന്യ മഹാപുരോഹിതന്മാരുടെ യാഗങ്ങളും ശുശ്രൂഷകളും ഇസ്രായേലിനു വേണ്ടി അല്ലെങ്കിൽ യഹൂദന് വേണ്ടി മാത്രമായിരുന്നു. ആരോണിക് ഹൈ പ്രീസ്റ്റ് ഓഫേർഡ് സാക്രിഫൈസസ് ഓൺലി ഫോർ ഇസ്രായേലൈറ്റ്സ്. അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടി മാത്രമായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവോ, യേശുവിൻ്റെ മഹാപുരോഹിതം എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടി. ഹല്ലേലൂയ, എല്ലാവർക്കും വേണ്ടി. 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. സ്തോത്രം. അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. സ്തോത്രം.
എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. ആകാശത്തിന് കീഴിലുള്ള സകലർക്കും വേണ്ടി. അതുകൊണ്ട് യോഹന്നാൻ 3:16 ജോൺ 3:16 നമ്മൾ വായിക്കുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, ലോകത്തെ സ്നേഹിച്ചു, മുഴു ലോകത്തെയും, ആദാമ്യവർഗത്തിൽ പിറന്ന സകലരെയും. കാരണം സകല മനുഷ്യരും പാപികളായിരുന്നു. റോമാലേഖനത്തിൽ പൗലോസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. റോമർ 3:9 ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? ആ. അശേഷമില്ല. ഇല്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചു. സ്തോത്രം. So Paul the apostle says, all have sinned. There is no righteous person, not even one. Whether Jews or Gentiles, all are same in regard with sin. പാപവുമായി ബന്ധപ്പെട്ട് സകല മനുഷ്യരും ഒരുപോലെയാണ്. അതുകൊണ്ട് യേശു കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടി, ആരും ഒഴിവുള്ളവരല്ല. സ്തോത്രം. സകല മനുഷ്യരെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, വെളുത്തവനെന്നും കറുത്തവനെന്നും വ്യത്യാസമില്ലാതെ. സ്തോത്രം. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, കുബേര കുചേല വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയാണ് യേശു എന്ന മഹാപുരോഹിതൻ മരിച്ചതും പ്രായശ്ചിത്തമായിരിക്കുന്നതും. 1 യോഹന്നാൻ 2:2 കൂടെ, 1 John 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സ്തോത്രം. സർവ്വലോകത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. ആര് യേശു ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് അടുത്തു വരുന്നുവോ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്നവനാണ്. 7:25 ഞാനീ പറഞ്ഞത്. ഹീബ്രൂസ് 7:25 അവിടെ വായിക്കുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്തോത്രം. ആര് യേശുക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് അടുക്കുന്നുവോ അവരെ രക്ഷിപ്പാൻ സദാ പക്ഷവാദം കഴിക്കുന്നവനായിട്ട് ഈ പുരോഹിതൻ, യേശു എന്ന മഹാപുരോഹിതൻ ജീവിക്കുന്നു. അതുകൊണ്ട് അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ ശക്തനാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അടുത്തത്, അഹരോന്യ മഹാപുരോഹിതന്മാരെല്ലാവരും മരണത്താൽ മാഞ്ഞു പോകുന്നവരായിരുന്നു. സ്തോത്രം. All Aaronic high priests were liable to death, and therefore their life itself was temporal. അഹരോന്യ പുരോഹിതന്മാർക്കൊക്കെ മരണത്താൽ മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവോ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ സദാ ജീവിക്കുന്നവനാകുന്നു. മരണത്താൽ മറയാത്തവൻ, മരണം കൊണ്ട് ജീവൻ അവസാനിക്കാത്തവൻ, മരണത്തിന് അതീതനായവൻ. അഹരോന്യ മഹാപുരോഹിതന്മാരെല്ലാവരും മരണത്തിന് അധീനരായിരുന്നു.
യേശു എന്ന മഹാപുരോഹിതൻ മരണത്തിന് അതീതനാണ്. സ്തോത്രം. All Aaronic high priests, they were under the bondage of death. That means all of them were mortal beings. But Jesus, eternal one, immortal one, praise God. Stotra. അതുകൊണ്ട് അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് എപ്പോഴുമൊന്നും ദൈവസന്നിധിയിലേക്ക് ചെല്ലാനും അനുവാദമില്ലായിരുന്നു. അത് നമുക്ക് അടുത്തതായിട്ട് ചിന്തിക്കാം. Aaronic high priests were not allowed to enter into God's presence always. They had restricted entry. സ്തോത്രം. അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് എപ്പോഴുമൊന്നും ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. എപ്പോഴൊന്നും പറ്റത്തില്ല. നിയമിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെട്ടിരുന്നു. പക്ഷെ യേശു കർത്താവോ, സ്തോത്രം, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സദാ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് സമയഭേദമില്ല. സ്തോത്രം. But Jesus, the high priest, is alive at the right hand of majesty. Stotram. He lives forever at the right hand of the majesty. Therefore, there is no restriction of entry. Hallelujah. എത്ര ശ്രേഷ്ഠകരമാ ഇങ്ങനെ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത്. സ്തോത്രം. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മഹാപുരോഹിതനെ സമീപിക്കാം. നമ്മുടെ വക്കീലിനെ എപ്പോൾ വേണേലും വിളിക്കാം. മഹാപുരോഹിതന്റെ മറ്റൊരു പേരാണ് അറ്റോർണി, അഡ്വക്കേറ്റ്. അതാ നമ്മളിപ്പം വായിച്ചത്. എവിടെ? 1 യോഹന്നാൻ 2:2. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്തുവെങ്കിലോ ആരുണ്ട്? യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് കാര്യസ്ഥൻ. നമുക്കുണ്ട് ഒരു അഡ്വക്കേറ്റ്, പക്ഷവാദം ചെയ്യുന്നവൻ, പക്ഷം പിടിച്ചു വാദിക്കുന്നവൻ. പക്ഷവാദം. പക്ഷപാതമുണ്ട്, മുഖപക്ഷമാണത്. സ്തോത്രം. അത് വേണ്ട, അതല്ല യേശു. പക്ഷവാദം ചെയ്യുന്നവൻ, പക്ഷം പിടിച്ച്, നമ്മുടെ പക്ഷം പിടിച്ച്, അല്ലെ നമ്മുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ, പക്ഷവാദി. സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സദാ ജീവിക്കുന്നവനാണ്. മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയാണവൻ. സ്തോത്രം. അതുകൊണ്ട് നമുക്കും എപ്പോൾ വേണേലും കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. സ്തോത്രം. രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ തണുപ്പത്തോ ഒന്നും നോക്കണ്ട. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. സ്തോത്രം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ കർത്താവ് കയറി. അവിടേക്ക് നമ്മുടെ കർത്താവിന് എപ്പോഴും
പ്രവേശനമുണ്ട്. കർത്താവ് അവിടെ വസിക്കുന്നു. സ്തോത്രം. എന്നാൽ അഹരോന്യ മഹാപുരോഹിതന്മാരുടെ മധ്യസ്ഥതയ്ക്ക് പരിധി ഉണ്ടായിരുന്നു. എപ്പോഴും ഒന്നും അവർക്ക് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ യേശു അങ്ങനെയല്ല. സ്തോത്രം. യേശു കർത്താവിന് ഉറങ്ങാൻ പോകണ്ട, കഴിക്കാൻ പോകണ്ട. സ്തോത്രം. ഈവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരു പാസ്റ്ററിൻ്റെ അടുക്കൽ പോലും നമുക്കൊന്ന് പോകണമെങ്കിൽ സമയം നോക്കിയിട്ടേ പോകാൻ പറ്റൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, പാസ്റ്റർ അവിടെ ഉണ്ടോ? എന്നെ 2 ദിവസമായിട്ട് ഒരാൾ വിളിക്കുന്ന, ഒരു കല്യാണക്കുറിയും കൊണ്ട് വരാൻ വേണ്ടി വിളിച്ചതാണ്. പാസ്റ്റർ ഉണ്ടോ? വീട്ടിലുണ്ടോ? കാണാൻ പറ്റുമോ? വരട്ടെ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് സ്തോത്രം. ചിലപ്പോൾ പറയും, അതിനെന്താ, വരുന്നതിനെന്താ? അല്ല, എന്നാലും ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമല്ലോ ആണോ? ഈവൻ രാത്രികളിൽ പോലും സമയഭേദം കൂടാതെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തില്ല. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവുമായിട്ടുള്ള താരതമ്യമാണ് അവിടെ. മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, യേശുക്രിസ്തു മഹാപുരോഹിതനായത് എങ്ങനെയെന്നുള്ളതാണ്. സ്തോത്രം. ക്രിസ്തു മഹാപുരോഹിതനായത് ആണ കൂടാതെയല്ല എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം. 5-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും, എബ്രായ ലേഖനം 5ഉം 7ഉം അധ്യായങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ ഉള്ള വിശേഷതയായിട്ട്. എന്താ? ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അതിന് തൊട്ട് മുമ്പലത്തെ വാക്യം, 6-ാമത്തെ വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. 5ഉം കൂടെ ചേർത്ത് വായിച്ചു. 5-ന്റെ 5ഉം 6ഉം. ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. സ്തോത്രം. ഇനിയും അതിൻ്റെ 9ഉം 10ഉം കൂടെ, 9 and 10, 9ഉം 10ഉം കൂടെ. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. സ്തോത്രം. 7-ാമത്തെ അധ്യായത്തിലും ഇതേ സംബന്ധിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെ മഹാപുരോഹിതനായി? വ്യത്യാസമാണ് അവിടെ. അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് ലേവിയ ഗോത്രത്തിൽ പിറന്ന് അഹരോന്റെ കുടുംബത്തിൽ പിറക്കണം. എന്നാൽ യേശുവോ ലേവിയ ഗോത്രക്കാരനല്ല. പിന്നെ അഹരോന്റെ കുടുംബത്തിൽ പിറക്കുന്ന പ്രശ്നമേ ഇല്ല. ഗോത്രമേ അതല്ലെങ്കിൽ പിന്നെ കുടുംബത്തിന്റെ കാര്യം പറയണോ? പക്ഷേ എങ്ങനെ യേശു മഹാപുരോഹിതനായി
ദൈവത്തിൻ്റെ ആണപ്രകാരം. Aaronic high priests were entrusted the high priesthood as they were born in Aaronic family and Levitical tribe, Levite tribe. But Jesus is not included in Levites and therefore nor in Aaronic family. But he is a Jew. Jesus is a Jew. He was born in a Jewish tribe of Judah. Then how did he become a high priest? It's by a divine oath. ആണ കൂടാതെയല്ല, ആണയാലാണ്, ദൈവത്തിൻ്റെ ആണയാലാണ് യേശു മഹാപുരോഹിതനായത്. Jesus' high priesthood is on the basis of a divine oath. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും ഒരു പുരോഹിതൻ. മൽക്കീസേദെക്കിനെ കുറിച്ച് yes, of course, that will be there. നമ്മളതിനെക്കുറിച്ച് ഇന്നിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ ആ കാര്യം പരിഗണിക്കാം. സ്തോത്രം. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ആണയാൽ പുരോഹിതനായി തീർന്ന, മഹാപുരോഹിതനായി തീർന്ന യേശുവിനെയാണ് നാം കാണുന്നത്. സ്തോത്രം. ഈ യേശു പഴയ നിയമ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. The Old Testament Aaronic high priest might have sympathized with people, but as we already learned, Jesus has empathy with us because he went through all the temptations, all the experiences of a human being, but without sin. പഴയ നിയമ മഹാപുരോഹിതന്മാർക്കൊക്കെ തൻ്റെ ജനത്തോട് സഹതാപം തോന്നും. അതാണ് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലെന്ന് 7:26 വായിക്കുന്നതും 2:17-18 നമ്മൾ വായിച്ചതൊക്കെ. എന്നാൽ യേശുക്രിസ്തു താൻ സ്വയം നമ്മെപ്പോലെ സകലത്തിലും പാപം ഒഴികെ പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് നാം കടന്നു പോകുന്ന അവസ്ഥകളെ വളരെ വ്യക്തമായി നാം അനുഭവിക്കുന്നത് പോലെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. സ്തോത്രം. അഹരോന്യ മഹാപുരോഹിതന്മാരൊന്നും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും ഒന്നും പോയവരല്ല. പക്ഷെ യേശു അങ്ങനെയല്ല. നമ്മിൽ ഓരോരുത്തരും കടന്നുപോയതും പോകുന്നതുമായ സകലവിധ അനുഭവങ്ങളെയും സ്വയം രുചിച്ചറിഞ്ഞവനായതുകൊണ്ട് മറ്റാരേക്കാളും അധികം ഒന്ന് സഹതപിക്കുക മാത്രമല്ല, നമ്മെ സഹായിപ്പാനും കൂടെ കഴിവുള്ളവനാണ്. സ്തോത്രം. അത് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ പറയണമെന്ന് തോന്നുന്നു. അഹരോന്യ മഹാപുരോഹിതന്മാർക്ക് സഹതപിക്കാനേ പറ്റൂ, സഹായിക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ യേശു എന്ന മഹാപുരോഹിതൻ കേവലം സഹതപിക്കുകയല്ല, പക്ഷേ നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാനും മതിയായവനാണ്. സ്തോത്രം. Aaronic priests, they might sympathize, but Christ will have empathy. Rather, they may sometimes sympathize with us, but Christ will not only sympathize or empathize, but he will come down to you and me
and help us out from the very situation we are in. അങ്ങനെ ഒരു മഹാപുരോഹിതനാ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനിയും വേറെ എങ്ങും ഒന്നിനും വേണ്ടി അലയേണ്ടതില്ല. ഈ ഒരുവന്റെ അടുക്കൽ മാത്രം വന്നാൽ മതി. നമ്മുടെ സമസ്തമായ അവസ്ഥകളെയും അറിഞ്ഞ് സഹായിപ്പാൻ അവൻ മതിയായവനാണ്. ആകയാൽ വരിക, നമുക്ക് ഈ മഹാപുരോഹിതനെ ഒന്നും കൂടെ സ്നേഹത്തോടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കാം. നമ്മുടെ സ്നേഹം, നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ധൈര്യം ഒക്കെ ഈ കർത്താവിൽ കൂടുതൽ 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 വേരുറയ്ക്കും. നാം ചഞ്ചലപ്പെടുന്നത് നിർത്തും. സ്തോത്രം. അചഞ്ചലരായി നമുക്ക് ഈ കർത്താവിൽ ആശ്രയിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അവൻ സദാ മഹത്വത്തിൻ്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്നു. ആകയാൽ ആ കർത്താവിൽ ആശ്രയിക്കാം. വേഗം നമ്മൾ അവനെ മുഖാമുഖം കാണും. ആ സുദിനത്തിനായി കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.